ഇന്നത്തെ നമ്മുടെ യാത്ര ടിൻഡജിലേക്കാണ്. കോൺവേളിലെ ടിൻഡജിലേക്കാണ് ഇന്നത്തെ യാത്ര. ഒരു 3 ദിവസത്തെ ട്രിപ്പാണ്. കോൺവേളിലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ആദ്യം നമ്മൾ പോകുന്നത് ടിൻഡജിലേക്കാണ്. ഞാൻ താമസിക്കുന്ന സ്ഥലം ഹെർഫോർഡാണ്. അവിടെ നിന്ന് ഏകദേശം 4 മണിക്കൂർ ഡ്രൈവാണ് ടിൻഡജിലേക്കുള്ളത്. രാവിലെ ഇറങ്ങിയപ്പം നല്ല ക്ലൈമറ്റ് ആയിരുന്നു, സമ്മർ ടൈമാണ്. പക്ഷേ ടിൻഡജിലേക്ക് അടുക്കാറായപ്പോഴത്തേനും നല്ല മഴയും നല്ല മഞ്ഞുമാണ്. ഇതിലുള്ള ഡ്രൈവ് ഒരു പ്രത്യേക രസമാണ്. കാരണം ചെറിയ റോഡാണ്, അധികം തിരക്കുകളൊന്നുമില്ല. ഇവിടെ സൈഡിൽ മരങ്ങളൊക്കെ ഉണ്ട്. അത് നല്ല രസമാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാനായിട്ട്. പിന്നെ മഴ ആയതുകൊണ്ട് ഞാൻ കുറച്ച് പതുക്കെയാണ് പോകുന്നത്. കാരണം ചെറിയ റോഡും കൂടെയാണ്. നമ്മൾ പെട്ടെന്ന് വണ്ടി ഒന്ന് കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പതുക്കെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പാട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. ഇനി ഇവിടെ നിന്ന് ഏകദേശം 5 മൈൽസാണ് ടിൻഡജിലേക്ക് എത്താനായിട്ട്. 3 ദിവസത്തെ ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നോർമലി ഞാൻ ട്രിപ്പ് എങ്ങനെ പ്ലാൻ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പോകാനുള്ള സ്ഥലം സെലക്ട് ചെയ്താൽ അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻ്റെ ലിസ്റ്റ് ഞാൻ എടുക്കും. ആ ലിസ്റ്റ് ഞാൻ ഗൂഗിൾ മാപ്പിൽ ആഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അത് ABCD ഓർഡർ ആക്കിയിട്ട് നമ്മൾ ഓരോ സ്ഥലം കണ്ട് പോകാറാണ് പതിവ്. അതിൻ്റെ സെൻറ്ററിലായിട്ടായിരിക്കും നമ്മൾ റൂം എടുക്കുന്നത് കേട്ടോ. ഈ പ്രാവശ്യവും ഞാൻ അതുപോലെ തന്നെയാണ് ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ശരിക്കും കോൺവാൾ ഒരു 100 കണക്കിന് ബീച്ചുകൾ നിറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. നമ്മളൊരു 1 വീക്ക് വന്നാൽ പോലും നമ്മളത് കണ്ടു തീരത്തില്ല. ശരിക്കും സർഫിങ്ങിനൊക്കെ പേര് കേട്ടൊരു സ്ഥലമാണ് കോൺവാൾ. ടിൻഡജിൽ എത്താറായിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഉള്ളൂ. ഞാൻ ഇടയ്ക്ക് ബ്രേക്കൊന്നും എടുത്തില്ല, ഡ്രൈവ് ചെയ്ത് ഇങ്ങ് പോരുകയാണ് ചെയ്തത്. ഇനിയിപ്പം ആദ്യം തന്നെ പാർക്കിംഗ് കണ്ടുപിടിക്കണം. ടൗണിൽ തന്നെ ആയിട്ടൊരു പാർക്കിംഗ് കാണിക്കുന്നുണ്ട്. അപ്പം ഇനി അങ്ങോട്ടാണ് മാപ്പ് വെച്ചിരിക്കുന്നത്. ഇനി അവിടെ ചെന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് വേണം ഇനി ടിൻഡജൻ കാസിലേക്കും കാണാനായിട്ട്. ഇവിടെ കൗൺസിൽ തന്നെ കാർ പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ അവിടെയാണ് കാർ പാർക്ക് ചെയ്തത്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഒരു 1/2 മൈൽ വാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ടിൻഡജിലേക്ക് എത്തും. ടൗൺ കഴിഞ്ഞ് ലെഫ്റ്റിലേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ടിൻഡജൻ കാസിൽ. അങ്ങനെയാണ് മാപ്പ് കാണിക്കുന്നത്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടിൻഡജൻ ടൗൺ ആണ്. സൈഡിലൊക്കെ ആയിട്ട് മ്യൂസിയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. കാസിലിൽ പോയിട്ട് അവിടെ കണ്ടതിന് ശേഷം തിരിച്ചു വരുമ്പോൾ കാണാനുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ കാസിലെത്തി. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കാസിലിൻ്റെ കുറച്ച് ഭാഗങ്ങൾ അവിടെ. ഇപ്പോൾ സമ്മറാണ് ടൈം, പക്ഷേ ഇവിടെ നന്നായിട്ട് മഴയും പെയ്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞുണ്ട്. ഇനിയിപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല വീഡിയോ എടുക്കാൻ പറ്റുമെന്ന്. കാരണം മഞ്ഞുണ്ടെങ്കിൽ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാകത്തില്ല. 2 ഹില്ലാണ്. ഇതിൻ്റെ സൈഡിലൂടെയാണ് വാക്കിംഗ് ഏരിയ. ആ മലയിലും എല്ലായിടത്തും കുറേ വാക്കിംഗ് ഏരിയ കാണാൻ പറ്റും. കൂടുതലും ഫാമിലീസാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഡീറ്റെയിൽ ഞാനിവിടെ കാണിച്ചപ്പം എനിക്ക് അവർ ടിക്കറ്റിൽ നിന്നും ഒരു കാറ്റലോഗ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ എല്ലാ ഡീറ്റെയിലും ഉണ്ട് കേട്ടോ. ഇതിൽ പോകണം, എങ്ങനെ പോകണം എന്നുള്ള ഡീറ്റെയിൽ എല്ലാം ഇതിലുണ്ട്. ഈ കാസിൽ ശരിക്കും 19-ാം നൂറ്റാണ്ടിലാണ് ടൂറിസ്റ്റുകൾക്കായിട്ട് തുറന്നു കൊടുത്തത്. ഈ കാസിൽ കിങ് ആർത്തറിനെ ചുറ്റിപ്പറ്റിയുള്ള കുറേ ഐതിഹ്യങ്ങളാണ് ഞാൻ വിക്കിപീഡിയയിൽ നോക്കിയപ്പോൾ കണ്ടത്. പിന്നെ ഇവിടെ 2 ഹില്ലുകൾ തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. അത് ഇനി പോയി കാണണം. പിന്നെ ആർത്തറിൻ്റെ ഒരു സ്റ്റാച്ചു ഇവിടെ ഉണ്ട്. അതും കൂടെ കണ്ടിട്ട് തിരിച്ചു വരണം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാനായിട്ട്. മഞ്ഞൊക്കെ പോയെന്ന് തോന്നുന്നു. ഇപ്പം അത്യാവശ്യം ലൈറ്റൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ സീ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാനായിട്ട്. നമ്മൾ വരുന്ന എൻട്രി തന്നെ ആയിട്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് കാണുന്നത്. നല്ല രസമാണ്. പിന്നെ ഇതിൻ്റെ സൈഡിൽ തന്നെ ബ്രിഡ്ജും ഉണ്ട് കേട്ടോ. ആ ബ്രിഡ്ജ് ഞാൻ കാണിച്ചു തരാം.
ഇതാണ് ഞാൻ പറഞ്ഞ ബ്രിഡ്ജ്. ഈ മലയും ആ മലയും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ഈ ബ്രിഡ്ജാണ്. നല്ല രസമാണ് കാണാനായിട്ട്. പക്ഷേ ഇച്ചിരി അത്യാവശ്യം കാറ്റുണ്ട്. ഇവിടെ നല്ലൊരു വ്യൂ, നല്ല രസമാണ്. ഞാൻ ആ ബ്രിഡ്ജിൻ്റെ സൈഡിൽ നിന്ന് വീഡിയോ എടുത്തില്ല, കാരണം ക്യാമറ ഷേക്ക് ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല അത്യാവശ്യം കാറ്റുണ്ട് അവിടെ, അതുകൊണ്ട് വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല. ഈ മലക്കട എല്ലാം നമുക്ക് വോക്ക് ചെയ്യാവുന്നതാണ്, അതിലെല്ലാം വഴിയുള്ളതാണ്. കോൺവേളിൽ നൂറുകണക്കിന് ബീച്ചുകളുള്ളൊരു സ്ഥലമാണ് കോൺവേൾ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷെ എല്ലാ ബീച്ചും കാണാൻ നല്ല രസമാണ്. സമ്മർ ടൈമിൽ വരാൻ പറ്റിയൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ് കോൺവേൾ. നിങ്ങൾക്ക് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുക, അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബീച്ചാണ് ഇവിടെ. കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല, വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എന്ത് ഭംഗിയാണെന്ന്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മളിനി പോകുന്നത് ആർത്തറിൻ്റെ സ്റ്റാച്യൂവിലേക്കാണ്. അപ്പോൾ ഇവിടുന്ന് അത് കുറച്ചും കൂടെ കയറി പോകാനുണ്ട്. സൈഡിലേക്ക് സൂക്ഷിച്ച് പോകണം. നല്ല കുത്തനെയുള്ള കയറ്റവും ഇറക്കവും നടയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ കുറച്ച് സൂക്ഷിച്ച് നമ്മൾ പോകണം. ഇവിടെ കിങ് ആർത്തറിനെ ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ആൾ ജനിച്ചത് ഇവിടെയാണ്. ഇപ്പം നമ്മളൊരു മലയുടെ ടോപ്പിലെത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ സൈഡിൽ തന്നെയാണ് ആർത്തറിൻ്റെ സ്റ്റാച്ചു ഉള്ളത്. ഇതാണ് കിങ് ആർത്തറിൻ്റെ സ്റ്റാച്ചു. ഇത് നിർമ്മിച്ചിരിക്കുന്നത് റോബിൻ ബെയ്നോൺ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റാണ്. ടിൻഡജൽ രാജാക്കന്മാരുടെ ഒരു റെസിഡൻസ് ഏരിയ ആയിരുന്നു. അവരെല്ലാം റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു സ്റ്റാച്ചു ആണ് ഈ കിങ് ആർത്തറിൻ്റെ സ്റ്റാച്ചു. ഈ സ്റ്റാച്ചുവിൻ്റെ ഹോൾസ് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെ നിന്ന് നോക്കിയാലും അതിൻ്റെ ഓപ്പോസിറ്റുള്ള ലാൻഡ്സ്കേപ്പ് നമുക്ക് കാണാൻ വേണ്ടിയാണ് അതിൻ്റെ ഹോൾസ് അവിടെ. അങ്ങനെ ടിൻഡജലിലെ കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങുകയാണ്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.